ഗിരീഷ് പുത്തഞ്ചേരിയുടെ അനന്തരവൻ തമിഴ് തെലുങ്ക് പാട്ടുകൾക്ക് മാസ് വരികൾ എഴുതുന്ന ദീപക് റാമാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. വെൽക്കം ടു സെല്ലുലോയിഡ്. മധുമൊഴി രാധേ നിന്നെ തേടി അലയുകയാണൊരു. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ എന്നെ അറിയണ്ടാവില്ല, ഇപ്പോൾ എൻ്റെ അമ്മാവനാണെന്നൊന്നും അറിയില്ല. പക്ഷേ മാമൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ആ കക്ഷി ആസ്വദിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പോലെ എഴുതണം എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം പക്ഷേ അത് അതൊരു ഞങ്ങൾ തമ്മിൽ കുന്നും കുന്നിക്കുരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരിക്കലും നടക്കുമെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ഇത് വർക്കാവുമോ ഇല്ലയോ എന്ന് തോന്നില്ല. അപ്പോൾ എനിക്കൊരു പേടി, കാരണം മാമൻ ഇത്രയും ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് അവൻ്റെ പേര് ദോഷം ഉണ്ടാക്കുമോ എന്നുള്ള ചീത്തപ്പേരുണ്ടാക്കരുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ പിടിച്ചു നിർത്താനുള്ള കുറേ കാരണങ്ങളൊക്കെ ആ ഒരു സംഭവമൊക്കെയാണെന്ന് പറയാം. നിങ്ങളെ പ്രേക്ഷകൻ അറിഞ്ഞു തുടങ്ങിയത് അത് ചിലപ്പോൾ ജയിലറിലെ കാവലയ്യ എന്നുള്ളൊരു പാട്ടിലൂടെ ആയിരിക്കും. എന്ത് തോന്നുന്നു? അത്രയും നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അതിനു മുമ്പൊക്കെ എഴുതിയിരുന്നതിനേക്കാളും എൻ്റെ എഴുത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ അനന്തരവൻ തമിഴ് തെലുങ്ക് പാട്ടുകൾക്ക് മാസ് വരികൾ എഴുതുന്ന ദീപക് റാമാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. ദീപകട്ട കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പക്ഷെ കുറച്ച് നാളായിട്ടാണ് നിങ്ങളെ പ്രേക്ഷകൻ അറിഞ്ഞു തുടങ്ങിയത്. അത് ചിലപ്പോൾ ജയിലറിലെ കാവലയ്യ എന്നുള്ളൊരു പാട്ടിലൂടെ ആയിരിക്കും. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ എത്ര കാലം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ സൗണ്ട് എഞ്ചിനീയറായിട്ട് ആണ് വരുന്നത്. അപ്പോൾ ആ സൗണ്ട് എഞ്ചിനീയർ ആവാൻ തന്നെ കാരണം പാട്ടെഴുത്തിലേക്ക് വരിക എന്നുള്ളൊരാഗ്രഹം കാരണമാണ്. മാമൻ മരിച്ച ശേഷം ആണ് ഇതിനൊരു ആഗ്രഹം തോന്നി തുടങ്ങുന്നത്, എഴുതണം എന്നുള്ളൊരാഗ്രഹം തോന്നുന്നത്. അങ്ങനെ ചെന്നൈയിലെത്തി. അവിടുന്ന് ഒരുപാട് വർക്കുകൾ ചെയ്തു, പലരുടെ കൂടെ വർക്ക് ചെയ്തു. പക്ഷേ ജയിലർ എത്തുന്ന സമയത്ത് അനിരുദ്ധിൻ്റെ ആ ഒരു ടീമിലേക്ക് എത്തിപ്പെടുന്നു. അവിടുന്ന് ശേഷം അവർ, കാരണം നമ്മൾ അവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ എന്താ പറയുക, അത്രയും വർക്കുകൾ ചെയ്ത് എക്സ്പീരിയൻസുള്ള അല്ലെങ്കിൽ അത്രയും നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെ, കാരണം അത് പഠിക്കാനായിട്ട് പറ്റും. അതെ, എൻ്റെ എഴുത്തിൽ തന്നെ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. എനിക്ക് തോന്നുന്നു ഞാൻ അതിനു മുമ്പൊക്കെ എഴുതിയിരുന്നതിനേക്കാളും എൻ്റെ എഴുത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അവരുടെ കൂടെയുള്ള വർക്കുകൾ. അത് ജയിലറും ലിയോ ആണ് എനിക്ക് കൂടുതൽ പേരുണ്ടാക്കി തന്നാൽ സാധിച്ചത്. ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടൈമിൽ അദ്ദേഹം നമ്മൾക്ക് വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തോളം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞു. 2010 അതെ. അപ്പോൾ ആ ടൈമിലും ഉണ്ടായിരുന്നു എനിക്ക് ഒരു ലിറിക്സ് ആവണം, എഴുതുന്ന ഒരാളാവണം എന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, അതുവരെ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ മാമൻ മരിച്ച ശേഷമാണ് കൂടുതൽ മാമൻ്റെ പാട്ടുകൾ ആ ഒരു എന്താ പറയുക, ആ ഒരു അദ്ദേഹം എന്തായിരുന്നു ആ സമയത്താണ് നമ്മൾ മിസ് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ കൂടുതൽ. കാരണം എനിക്ക് മാമൻ്റെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്താണ് ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ എന്നെ അറിയണ്ടാവില്ല, ഇപ്പോൾ എൻ്റെ അമ്മാവനാണെന്നൊന്നും അറിയില്ല. പക്ഷേ മാമൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ആ കക്ഷി ആസ്വദിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു, കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട, നമുക്ക് അത്രയും പരിചയമുള്ള ഒരാളുടെ ഒരു വർക്ക് അവർ കേട്ട് ആസ്വദിക്കുമ്പോൾ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ബസ്സിൽ തന്നെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുമ്പോൾ അവർ താളം അടിക്കുന്നതും അത് കൂടെ പാടുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൂടുതൽ മാമൻ്റെ പാട്ടുകൾ പഠിച്ചു തുടങ്ങുന്നത്. ഞാൻ എഴുത്തിലേക്ക് വരുന്നതും സത്യത്തിൽ എഴുതി തുടങ്ങുന്നത് മാമൻ്റെ ഈ പാട്ടുകൾ എടുത്തിട്ട് അതിന് വരികൾ മാറ്റി എഴുതുന്നു. അപ്പോൾ മീറ്റർ കിട്ടാൻ അത് വളരെ ഉപകാരപ്പെട്ടൊരു സംഭവം. കറക്റ്റ് മീറ്ററിൽ അദ്ദേഹമായിരുന്നല്ലേ ആദ്യത്തെ ഒരു ഗുരു എന്ന് പറയാം. അതെ, അങ്ങനെ പറയാം. കാരണം എനിക്ക് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കവിത എഴുതുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരിക്കൽ ജിത്തു ബാവ
മാമൻ്റെ മക്കള്. അപ്പോൾ ഞങ്ങൾ വളരെ ക്ലോസാണ്, ജിത്തും ഭാവിയൊക്കെ ആയിട്ട് കസിൻസ് ആണല്ലോ. അതെ അതെ. അപ്പോൾ ഒരിക്കലും എൻ്റെ വീട്ടിൽ അമ്മയുടെ ചേട്ടനാണോ അനിയനാണോ? അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയനാണ്. അനിയനാണ്. ഓക്കെ. ഗിരീഷ് പുത്തഞ്ചേരി. അതെ, അവർക്ക് 6 മക്കളാണ്. അവർ ഏറ്റവും മൂത്തതായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി സാറ്? അമ്മയായിരുന്നോ? അല്ല, അമ്മയുടെ തൊട്ട് താഴെയുള്ള ആളാണ്. അപ്പോൾ ആനന്ദവല്ലി, വത്സല, മോഹൻദാസ്, അതിനുശേഷം അമ്മ, പിന്നെ മാമൻ. എത്ര മക്കളായിരുന്നു? അവർ 6 പേരാണ്. 6 പേരാണ്. മാമൻ, പ്രവീൺ, അങ്ങനെ 6 പേരാണ്. അപ്പോൾ വലിയൊരു കുടുംബമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാവരെയും കസിൻസ് എല്ലാവരും കൂടെ ഓടുമ്പോൾ ഓളമായിരുന്നായിരിക്കും അല്ലേ? എല്ലാവരും ഏതാണ്ട് പാട്ടുമായിട്ട്, അമ്മയുടെ കുടുംബം എല്ലാവരും ഏതാണ്ട് മ്യൂസിക്കുമായിട്ട്. അമ്മ ആകാശവാണി പാടിയിട്ടുണ്ടെന്നൊക്കെ? ഉണ്ട്, ആകാശവാണി. അമ്മയുടെ പാട്ടുകാരിയായിരുന്നു. അമ്മയുടെ ചേച്ചി. അതെ അതെ, അമ്മ പാട്ടുകാരി. ആകാശവാണിയിൽ ഇപ്പോൾ പാടും, നന്നായിട്ട് പാടും. അമ്മയുടെ ചേച്ചി ആനന്ദവല്ലി എന്ന് പറഞ്ഞിട്ട്, അവരുടെ മക്കളും മ്യൂസിക് ഫീൽഡാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് കോഴിക്കോട് ആകാശവാണിയിൽ മ്യൂസിക് ഡയറക്ടറായിരുന്നു, കെ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരായിരുന്നു അമ്മയുടെ അമ്മമ്മ പഠിക്കുന്നത്. തായ്വഴി മൊത്തവും പാട്ടിലേക്കുള്ള ആളുകളാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുത്തഞ്ചേരി അവിടെ നിന്നാണ് സ്കൂളിലൊക്കെ കാലഘട്ടമൊക്കെ പഠിച്ചത്. എൻ്റെ മാമൻ മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഞാനവിടെ പാട്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തരും എന്താണ് പാടേണ്ടത്, അല്ലെങ്കിൽ ഒരല്പം ശ്രുതി തെറ്റി കഴിഞ്ഞാൽ അവിടെ തെറ്റി, പാടിയത് കറക്റ്റല്ല എന്നൊക്കെ കറക്റ്റ് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നു. മാമനും, ഈ പറയുന്ന മാമനും നാടകങ്ങൾ എഴുതുകയും പാടുകയും പാട്ടെഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ വളർന്നതുകൊണ്ട് ഇഷ്ടംപോലെ വായിക്കാനും പഠിക്കാനും പാട്ടിനെ പറ്റി കൂടുതൽ അറിയാനൊക്കെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുനാൾ തൊട്ടേ ഉണ്ട് ഈ പാട്ടുകാരനാവണം അല്ലെങ്കിൽ എഴുത്തുകാരനാവണം എന്നുള്ള സാധനം? ഞാൻ ആദ്യം സീരിയസ് ആയിട്ട് എടുക്കുന്നത് ചെറുപ്പം മുതലേ ഉണ്ട്, എഴുതാറുണ്ടായിരുന്നു. ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ എൻ്റെ കസിൻസ് എല്ലാവരും, ജിത്തുവും വാവയും, മാമൻ്റെ മക്കൾ ദിന്നാദും ജിതിൻ, ഇവർ എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്ന സമയത്ത് ഞങ്ങളൊരു മത്സരം. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഓരോ ബുക്കുണ്ട്. അപ്പോൾ ഇതിൽ എഴുതി നിറക്കി ഏറ്റവും കൂടുതൽ എഴുതുന്ന ആൾ വിജയിക്കും. അങ്ങനത്തെ ഒരു മത്സരിക്കുന്നതാണോ? ഞങ്ങൾ തമ്മിലുള്ള മത്സരം. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കയ്യിൽ എൻ്റെ ബുക്കുണ്ട് അവൻ്റെ കയ്യിൽ. അപ്പോൾ അതിലൊരു പേജ് തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് എനിക്കതിലൊരു കവിത ചൊല്ലി തന്നു. അപ്പോൾ അന്നത്തെ ആ പ്രായത്തിൽ എനിക്കറിയില്ല അത് ഇഷ്ടം നന്നായതുകൊണ്ടാവുമല്ലോ, എന്തോ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം എനിക്ക് ചൊല്ലി തന്നിട്ടുണ്ടാവുക. പക്ഷെ അന്ന് എനിക്കതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ പിന്നീട് എനിക്ക് എഴുത്തിലേക്ക് എന്നെ പിടിച്ചു നിർത്താനുള്ള കുറേ കാരണങ്ങളൊക്കെ ആ ഒരു സംഭവമൊക്കെയാണെന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്ന ജോലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ സൗണ്ട് എഞ്ചിനീയർ ആയതേ ഈ കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കാനും നമുക്ക് ഇതിനകത്തോട്ട് എത്തിപ്പെടാൻ അങ്ങനെ ആയിരുന്നു? അത് മാമൻ മരിച്ച ശേഷം ഞാൻ പറഞ്ഞല്ലോ എഴുതണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവർ കക്ഷി പഠിച്ച ഒരു കോളേജിലേക്ക് വേണ്ടിയിട്ട് ഒരു ദേശഭക്തി ഗാനം എഴുതിക്കൊണ്ടാണ്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഇതേപോലെ അതെഴുതി എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ, ഞാൻ ഇതുവരെ അങ്ങനെ പ്രസിദ്ധീകരിക്കുകയോ അങ്ങനെയൊന്നും സംഭവമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇത് വർക്കാവുമോ ഇല്ലയോ എന്ന് തോന്നില്ല. അപ്പോൾ എനിക്കൊരു പേടി, കാരണം മാമൻ ഇത്രയും ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് അവൻ്റെ പേര് ദോഷം ഉണ്ടാക്കുമ്പോൾ ചീത്തപ്പേരുണ്ടാക്കരുതെന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവം, ഈ പാട്ട് ഞാൻ തന്നെയാണ് മ്യൂസിക്കൊക്കെ ചെയ്തിട്ട് അവരെ പഠിപ്പിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സെറ്റ് ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ച് ഞാനന്ന് പുത്തഞ്ചേരി അവിടേക്ക് പോവുകയാണ്, അവിടെയാണ് താമസിക്കുന്നത്. അപ്പം പോകുന്ന സമയത്ത് ബസ് ചിന്തയാണ്, നമുക്ക് വർക്കാവുമോ, ഞാൻ വേണ്ട ഇത് നിർത്തിയേക്കാം, ഞാൻ ഈ പരിപാടിക്ക് ശരിയാവില്ല, പാട്ട് എഴുതാൻ ആപ്റ്റല്ല എന്നൊക്കെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ പോക്കറ്റ് ഒരു വെള്ള കളർ പാൻ്റായിരുന്നു. അപ്പോൾ പെന്ന് പോക്കറ്റിലുണ്ടായിരുന്നു. അത് ലീക്കായിട്ട് ഈ മഷി പോക്കറ്റിൽ. അപ്പോൾ അപ്പോൾ ഞങ്ങളവിടെ ഒരു കിണറുണ്ട്, അതങ്ങനെ വറ്റാത്തൊരു കിണറാണ്. അപ്പോൾ അവിടെ ഞാനത് ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. എടുക്കുന്ന സമയം മാമൻ എപ്പോഴും പറയുന്ന മാമൻ്റെ എല്ലാ പാട്ടിലും ഉണ്ടാവും പ്രാവുകൾ കുറുകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ മാമൻ അങ്ങനെ ഒരു സ്റ്റോറി ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്ത്, കാരണം ഇൻസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിയെടുക്കാൻ വല്ലാത്ത കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു കഥയായിരിക്കാം എന്നാണ് വിചാരിച്ചത്. കാരണം ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പുതിയൊരു വാക്ക് പഠിക്കുകയാണെങ്കിൽ
ഞാൻ ആ വാക്ക് വെച്ചിട്ടൊരു എന്തെങ്കിലും ഒന്ന് എഴുതുക, അതാണ് പരിപാടി. അപ്പോൾ അങ്ങനെ ഇതിൽ നിറയെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ബിജുവേട്ടൻ ഈ ബുക്ക് നോക്കുന്ന സമയത്ത് മേലെ എഴുതി വെച്ചിട്ടുണ്ടാവും ഒറിജിനൽ പാട്ട് ഏതാണെന്ന് മേലെ. അപ്പോൾ ഈ ട്യൂണിൽ പാടി നോക്കിയപ്പോൾ മീറ്റർ കൊള്ളാമല്ലോ, കറക്റ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, വേറെ വരികളാണ്, വരികൾ വേറെയാണ്. അപ്പോൾ അങ്ങനെ ബിജുവേട്ടൻ പറഞ്ഞു അങ്ങനെ ചേലാട്ടുകാവ് എന്ന് പറഞ്ഞിട്ട് കക്ഷിയുടെ ഒരു ക്ഷേത്രത്തിലേക്ക് എനിക്ക് ആദ്യമായിട്ട് പാട്ട് വന്നു. അത് സിത്താരേച്ചി, സിത്താരകൃഷ്ണൻ, അങ്ങനെ അതിലാണ് ഒരു എഴുത്തിലേക്ക് വരുന്നത്. അങ്ങനെ അത് എഴുതി. അതിനുശേഷം ഒരു എരിവും പുളിയും എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് ഫുഡ് സോങ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടി, അത് അത്യാവശ്യം അന്ന് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ പാട്ട്. അങ്ങനെ പിന്നീട് എമി എന്ന് പറഞ്ഞിട്ട് ചെന്നൈ ഉണ്ടായിരുന്ന ഡബ്ബിങ് ആർട്ട് സ്റ്റുഡിയോ ആണ്. ചേച്ചി ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഓ മൈ ലവ് എന്ന് പറഞ്ഞിട്ട്, സിദ്ധു എന്ന് പറഞ്ഞിട്ട് തെലുങ്കിലൊരു പടം, ഓ മൈ ലവ് എന്ന പേരിൽ ആദ്യത്തെ സിനിമ തെലുങ്ക് പടം. അതെ അതെ, അതാണ് എൻ്റെ ഡബ്ബിങ്ങിലേക്കുള്ള ഫസ്റ്റ് പടം. ഓ മൈ ലവ് മലയാളത്തിലേക്കുള്ള പേരാണ്, മലയാളത്തിലേക്ക് പേര്. അത് തെലുങ്കിലെ സിദ്ധു എന്നുള്ള പേരിലായിരുന്നു. അങ്ങനെ അതിൽ പാട്ട് തന്നു, അതെഴുതി, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അതെ, ഈ എം ചേച്ചിയുടെ സ്റ്റുഡിയോയിലാണ് പിന്നീട് ഞാൻ എഞ്ചിനീയറായിട്ട് ചെന്നൈയിലേക്ക് എത്തുന്നതും. അവിടെ നിന്നാണ് പിന്നീട് എനിക്ക് കൂടുതൽ ഈ ഡബ്ബിങ് പാട്ടുകളിലേക്ക് അവസരങ്ങൾ കിട്ടുന്നത്. ഈ ചിന്തിക്കാനുള്ള നേരം പോലും എടുക്കാതെ പാട്ടുകൾ ഉണ്ടാക്കുന്ന ആളാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് കേട്ടിട്ടുണ്ട്. പണ്ട് നിങ്ങൾ അന്താക്ഷരി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കള്ളപ്പാട്ട് പാടിയ കഥ കേട്ടിട്ടുണ്ട്. അത് എന്തായിരുന്നു ആ ഒരു? അത് ഞങ്ങൾ, കാരണം മാമന് ഇഷ്ടം പോലെ പാട്ടുകൾ അറിയാം, നല്ല കേട്ടിട്ടപ്പോൾ തോൽപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള സംഭവമാണ്, തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ തോൽപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം കേട്ട് പരിചയമുണ്ടല്ലോ, നല്ല പാട്ടുകൾ ഞങ്ങൾ കേട്ട് പരിചയമുണ്ടല്ലോ. അപ്പോൾ മാവന് പാട്ടില്ല പാടാൻ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ അടച്ച് ഒന്ന് ഇരുന്നിട്ട് അതിലൊരു പെട്ടെന്നൊരു പാട്ട് പാടി, ജസ്റ്റ് സ്റ്റാർട്ടിങ് പാടി. അപ്പോൾ അതിൽ ഒരു കൊതുമ്പ് വള്ളം എന്നുള്ളൊരു വേർഡ് എനിക്കതിൽ ഓർമ്മയുണ്ട്. വരികളൊക്കെ മറന്നുപോയി. കൊതുമ്പ് വള്ളം അങ്ങനെ ഒരു വാക്കൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇത് പാടി, അതിൻ്റെ കുറച്ച് പോർഷൻ പാടി തന്നു. അപ്പം ഞങ്ങളിത് കേട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞത് കള്ളപ്പാട്ടല്ലേ, എപ്പോൾ ഉണ്ടാക്കിയതല്ലേ. അപ്പം നിനക്ക് സംശയമുണ്ട്, നീ നിൻ്റെ അമ്മയെ വിളിച്ചു നോക്ക്, ജലചേച്ചിയെ വിളിച്ചു നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട, മൊത്തം പാടി തന്നാൽ മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, പാടി തന്നു മുഴുവൻ. അത് ആ ഒരു സ്പോട്ടിൽ ട്യൂണടക്കം മൊത്തം പാടി തന്നു. അതിൻ്റെ റിപ്പീറ്റേഷൻ വരെ കറക്റ്റ് ഒരു തെറ്റുമില്ലാതെ പാടി തന്നു. അപ്പം ഞങ്ങൾ തോറ്റു, ഉറപ്പായല്ലോ. പിറ്റേന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് പതുക്കെ വന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ അത് അപ്പോൾ ഉണ്ടാക്കിയ പാട്ടാണ്. ആ കണ്ണടച്ചിരുന്ന നേരത്താണ് അദ്ദേഹം അത്രയും വലിയൊരു പാട്ടുണ്ടാക്കിയത്. ഒരു വല്ലാത്തൊരു കഴിവാണ്. എപ്പോഴെങ്കിലും എഴുതാനിരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ മാമനെ പോലെ എഴുതണം എന്ന്? മാമനെ പോലെ എഴുതണം എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം പക്ഷേ അത് അതൊരു ഞങ്ങൾ തമ്മിൽ കുന്നും കുന്നിക്കുരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരിക്കലും നടക്കുമെന്നറിയില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക്, ഞാൻ എഴുതാനിരിക്കുന്നതിന് മുമ്പും എനിക്ക് മാമൻ്റെ പാട്ടുകൾ കേട്ടിട്ടാണ് ചില സമയത്ത് ഇപ്പോൾ നമുക്ക് ഒന്നും എഴുതാൻ പറ്റാത്ത മൊത്തം ബ്ലാങ്കായി പോകുന്ന അവസ്ഥകളുണ്ട്. ട്യൂണ് കിട്ടും, എന്തെഴുതണം, വരികൾ കിട്ടുന്ന ഇരിക്കില്ല. അപ്പോൾ സമയത്ത് മാമൻ്റെ ദൂരെ ഒരു കുരുനിളം സൂര്യനായി വിരിയാൻ വെമ്പുന്നു നീ എന്നുള്ള പാട്ടുണ്ട്. അതിൽ നിറം ചാർത്തുവാൻ നിന്നെ വിലോലം തലോടുവാൻ തണുപ്പുള്ളൊരാകാശം വിളിക്കുന്നുവോ, അതിൽ നിനക്കുള്ളതല്ലേ പൂക്കും വാസന്ത പുഷ്പാഞ്ജലി നിലാവിൻ്റെ നൃത്താഞ്ജലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളോട് പറയുന്ന പോലെ, ഇപ്പം എന്നോട് പറയുന്ന പോലെ എനിക്കൊരു നിനക്കുള്ളതാണ് ഈ ലോകം, ഈ എഴുതിക്കോ എന്ന് പറയുന്നത് പോലെ, അടുത്ത് വന്നിരുന്ന് പറയുന്നത് പോലെ തോന്നും. അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ വരും ധൈര്യമായിട്ട്. പിന്നെ പ്രശ്നമില്ല, പിന്നെ എഴുതിക്കോളും. എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് വരുമ്പോഴെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്ക് മാമൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും അതെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുമല്ലോ, പ്രാവിൻ്റെ രൂപത്തിലായിരുന്നാലും പാട്ടിൻ്റെ രൂപത്തിൽ. എൻ്റെ അനുഭവത്തിൽ ആക്ച്വലി ഞാനൊരു അങ്ങനെ നിമിത്തങ്ങളൊന്നും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ ഈ കാര്യത്തിൽ എനിക്കത് വിശ്വസിച്ചേ പറ്റൂ. കാരണം എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കത് എപ്പോഴും, അതെൻ്റെ മാമനോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണെന്ന് അറിയില്ല,
എൻ്റെ കയ്യിലൊപ്പം എപ്പോഴും ഉണ്ട്. കയ്യിലുണ്ട്. ഒന്ന് കാണിച്ച് പ്രേക്ഷകന് വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അത് ഒരു ധൈര്യമാണ്. ചെറിയൊരു കാലയളവ് കൊണ്ട് ഏതാണ്ട് ഒരു 300ഓളം സിനിമകൾ ചെയ്ത ഒരു അതുല്യ കലാകാരനാണ് അദ്ദേഹം. ചെറിയൊരു കാലയളവിലാണ് അദ്ദേഹം 300ഓളം പടങ്ങൾ ചെയ്യുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. ആ ടൈമിൽ തന്നെയാണ് അദ്ദേഹത്തിന് 7 സ്റ്റേറ്റ് അവാർഡും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ അറിയായിരുന്നോ പിന്നെ ഈ സ്റ്റേറ്റ് അവാർഡുകളും ഇത്രയും അവാർഡുകളും ഭയങ്കര ഒരു പ്രശസ്തിയിലേക്ക് എത്തുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മാമനാണ് കൊള്ളാമല്ലോ എന്നെങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ എന്നെ കാണുന്നവരൊക്കെ ചോദിക്കും, നീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരുമകനല്ലേ? അപ്പോൾ എപ്പോഴാണോ? അല്ല, ആദ്യം ഇപ്പോൾ അത്യാവശ്യം അറിയാം, എല്ലാവർക്കും അറിയാം. ആ സമയത്തൊന്നും ആർക്കും അറിയില്ല. അപ്പം പക്ഷേ എനിക്ക് തോന്നിയിരുന്നത്, എന്നെ സംബന്ധിച്ച് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ അമ്മാവൻ ഗിരീഷ് എന്ന് ആ ഒരു ഇതിലപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പറഞ്ഞ പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ കഴിവ് അറിയില്ല എന്നല്ല. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മാമൻ്റെ പാട്ടുകൾ കേൾക്കുന്നു, പാട്ടുകൾ ഇഷ്ടമായിരുന്നു, മാമൻ്റെ പാട്ടുകളൊക്കെ അന്ന് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മാമനെ. അത് ഈ പറഞ്ഞ പോലെ എഴുത്തിലേക്ക് വരണം എന്ന് തീരുമാനിച്ചപ്പോഴാണ് ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ജയിലറായിരുന്നു നമ്മുടെ കരിയറിനെ മാറ്റിമറിച്ച ഒരു സിനിമയെന്ന് പറയാം, കാവാലയ്യ. അതെ. എങ്ങനെയായിരുന്നു ജയിലറിലേക്ക് എത്തിയത്? ജയിലറിലേക്ക് എത്തുന്നത്, ഞാൻ അവരുടെ കൂടെ ബീസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ്. അത് നെൽസൺ സാറിൻ്റെ ബീസ്റ്റ്. എങ്ങനെ? നെൽസൺ സാർ. അതെ, ബീസ്റ്റ് ചെയ്തു. ബീസ്റ്റ് പാട്ട് എഴുതിയ സമയത്താണ്. അതുവരെ ഞാൻ അതിനുശേഷമാണ് അവരെൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പിന്നീട് ഈ ജയിലറിലെ പാട്ടും അതുപോലെ ലിയോ, ഇപ്പോൾ അവരുടെ കൂടെ അനിരുദ്ധിൻ്റെ കൂടെ ഒരുപാട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് കാവാലയ്യയിലാണ്. അല്ല, ബീസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിലേക്ക് നേരിട്ടുള്ള ഒരു ആക്സസ് എത്തുന്നത് ജയിലർ വഴിയാണ്, ഈ ബീസ്റ്റ് വഴിയാണ് സത്യത്തിൽ. ബീസ്റ്റിന് ശേഷം വിക്രം ചെയ്തു. വിക്രം ചെന്നൈ പോയിട്ട് അവർ നേരിട്ട് വിളിച്ചു. ബീസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ ലേറ്റസ്റ്റ് ലിയോ ആണ്. ലിയോയിലാണ് എത്തി നിൽക്കുന്നത്. അല്ല, ലിയോ കഴിഞ്ഞു. അതിനുശേഷം കൂലി ചെയ്തു, മദ്രാസി ചെയ്തു. അവരുടെ സാറിന്റെ സിനിമയിൽ വേറെ ഏതോ സിനിമയാണ് ചെയ്തിട്ടുള്ളത് മദ്രാസി അല്ലാതെ? കുറെ ഉള്ളത് കൊണ്ട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ ടൈമൊക്കെ ഫീൽഡിലുണ്ടോ? ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വിജയുടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സർക്കാരാണെന്ന് തോന്നുന്നു. സർക്കാർ. ഓക്കെ. പക്ഷേ എനിക്ക് ജയിലറിനെ കാട്ടി കൂടുതൽ എനിക്ക് എന്നെ പ്രേക്ഷകനെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജയ് ഭീമിലെ പാട്ടുകളായിരുന്നു. ജയ് ഭീമിലെ പാട്ടുകൾ അത് കുറച്ച് അടിപൊളി വർക്കായിരുന്നു. നമ്മൾ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന സിനിമ കൂടിയാണ് ജയ് ഭീം എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അങ്ങനത്തെ ഒരു സിനിമ, ഇപ്പോൾ മാസ് പടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സാധനങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇങ്ങനത്തെ ഇമോഷണൽ സാധനങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അത് തോന്നുന്നത്? എനിക്ക് ഇഷ്ടം പൊതുവേ ഈ ഇത്തരം പാട്ടുകൾ എഴുതാൻ തന്നെയാണ്. ജയ് ഭീമിലെ പാട്ടൊക്കെ. അത് ജോളി ഷിബു വഴിയാണ് ഈ വർക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ചെയ്ത സമയത്ത് ഇതേപോലെ എനിക്ക് തോന്നുന്നു, ഞാൻ അതിൽ നന്മയില്ലാതൊരു ലകത്തില എന്നൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാൻ എഴുതുന്നത് പുത്തഞ്ചേരി വെച്ചിട്ടാണ്. അതുപോലെ അതിൽ മുടിമാടും എന്നുള്ള പാട്ട്, പിന്നെ 3 പാട്ടാണ് ഞാൻ അതിൽ എഴുതിയത്. പിന്നെ ഒരു പാട്ട് അതിൻ്റെ ഒരു കൈകളിലിട്ട് പവർ സോങ്, അങ്ങനെ 3 പാട്ടുകൾ എഴുതിയത്. അത് ഇപ്പോഴും എനിക്കും ഞാൻ എഴുതിയതിൽ ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് അത്. അതേപോലെ തന്നെ പോർത്തൊഴിലെ അത് കുറച്ചൊരു വേറെ രീതിയിലുള്ള തരുമൻപാല. അതെ, കുറച്ച് വേറെ രീതിയിലുള്ളൊരു വർക്കായിരുന്നു. അതെഴുതുന്നത് ബസ്സിൽ വെച്ചിട്ട്. അത് പെട്ടെന്ന് വന്ന വർക്കാണ്. അത് മാമൻ്റെ പാത പിന്തുടർന്ന് നമ്മളിപ്പോൾ ബസ്സിലും കാറിലൊക്കെ എഴുതാൻ തുടങ്ങി. അല്ല, നമുക്ക് ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ ഡബ്ബിങ് പടങ്ങൾക്ക് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നം വെച്ചാൽ, ഒരു ദിവസം തന്നെ 4-5 പാട്ടുകളുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ പോലെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു അവിടെ. രാവിലെ 9 to 9 വർക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് എഴുതാനുള്ള സമയം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു രാത്രി 12 മണിക്ക് ഇരുന്നിട്ട് ഉള്ള സമയമാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം പാട്ടുകൾ എഴുതി തീർക്കണം. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല, അങ്ങനെ പഠിച്ചൊരു സംഭവമാണ്. പിന്നെ അത്രയും പാട്ടുകൾ എഴുതി എന്നുള്ളത് കൊണ്ട് മീറ്റർ എന്നുള്ളത് നമുക്കെപ്പോഴും
സുഖമായിട്ട് കയ്യിൽ വരുന്നൊരു സംഭവമാണ്. പിന്നെ കൂടുതൽ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്ന സൗണ്ടിങ്, അത് പാട്ടിനനുസരിച്ച് അതിനോരോ ഓരോ നമ്മൾ വാക്കുകൾ സെലക്ട് ചെയ്യുന്നത് ഒക്കെ ആ പാട്ടിൻ്റെ അനുസരിച്ചാണ്, അതിൻ്റെ ട്യൂൺ സിറ്റുവേഷനൊക്കെ അനുസരിച്ചാണ്. ഈ സാധാരണ നമ്മൾ മലയാളികൾക്ക് ഈ തമിഴ് മൊഴിമാറ്റ സിനിമകൾ കാണുന്നത് പോലും ഭയങ്കര അരോചകമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ അതിനെ അങ്ങനെ തന്നെ ആസ്വദിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബാഹുബലി പോലത്തെ സിനിമകൾ പോലും മലയാളത്തിനെ കാട്ടിയിട്ട് നമ്മൾ കാണുന്നത് തമിഴിൽ തന്നെയാണ്. ഇപ്പോൾ തെലുങ്ക് പടങ്ങൾ പോലും നമ്മൾ തെലുങ്കിലാണ് കാണുന്നത്, സബ് ടൈറ്റിൽ ഇട്ടിട്ട്. നമ്മൾ മലയാളത്തിൽ ഡബ് ഉണ്ടെങ്കിൽ കാണത്തില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിനെ ബാധിക്കാറുണ്ടോ? നമ്മുടെ ഈ ഒരു മൊഴിമാറ്റലിനെ ബാധിക്കാറുണ്ടോ? ഞാൻ ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ, പക്ക ട്രാൻസ്ലേഷൻ അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഈ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കാണുന്നത് പോലെ അതുപോലെ അത്ര എഫേർട്ട് ഇടണം. സത്യത്തിൽ ഒരു സ്ട്രേറ്റ് പാട്ട് എഴുതുന്ന ഒരു ഇൻഡിവിജ്വൽ സോങ്ങോ അല്ലെങ്കിൽ ഒരു സിനിമ എഴുതുന്നതിനേക്കാളും കഷ്ടമാണ് ഡബ്ബിങ്ങിന് എഴുതുക എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോൾ നമുക്കൊരു പടം, ഒരു മലയാളം പടമാണ് വരുന്നതെങ്കിൽ നമുക്കതിന് സിറ്റുവേഷൻ ഉണ്ടാവും, ട്യൂണ് തരും, അതിന് നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഡബ്ബിങ്ങിലേക്ക് വരുമ്പോൾ മറ്റൊരു ഭാഷയിൽ നിന്ന്, മറ്റൊരു കൾച്ചർ, ഓൾറെഡി ഹിറ്റായിട്ടുള്ള പാട്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ വിഷ്വൽ കഴിഞ്ഞ പാട്ടാണ് അധികം വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന് ലിപ് സിങ്ക് ചെയ്യണം, മീറ്റർ സിങ്ക് ചെയ്യണം, സിറ്റുവേഷൻ നോക്കണം. ഈ ഡബ്ബിങ് പറഞ്ഞ പോലെ അങ്ങനെ ഡബ്ബിങ് തോന്നാൻ പാടില്ല. ഞാൻ ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് നമുക്ക് ഡബ്ബിങ് പാട്ടുകൾ എഴുതേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പരിമിതിയുണ്ട് നമുക്ക് എഴുതുന്നതിന്. ഡബ്ബിങ് പാട്ടുകൾ എഴുതുന്നതിന് എത്രയായാലും നമുക്കതൊരിക്കലും ഒറിജിനൽ ഒരു പാട്ട് പോലെ ഫീൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം. പുതിയ പാട്ട് എഴുതുന്ന അതേ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ലിയോ നോക്കുകയാണെങ്കിൽ തന്നെ ഉയർപ്പാതി എന്നുള്ള പാട്ട്, അത് ചില വാക്കുകളൊക്കെ തമിഴിൻ്റെ ഇതുണ്ടെങ്കിലും ആ പാട്ട് തികച്ചും അതിൻ്റെ അതേ മീനിങ് അല്ല ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ മലയാളത്തിൽ കുറച്ച് വാക്കുകൾ കുറച്ച് ടഫുള്ള ലാംഗ്വേജാണ് നമ്മുടെ മലയാളം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു മൊഴിമാറ്റൽ പരിപാടി വരുമ്പോഴേക്കും അതിൽ കൂടുതൽ അടിപൊളിയാണ് നമ്മുടെ തമിഴ് നമുക്ക് എന്ത് വേണമെങ്കിലും. അപ്പോൾ ഈ മലയാളം പാട്ടുകൾ എഴുതുമ്പോൾ ചില വാക്കുകൾക്ക് പകരം ഈ തമിഴിലെ വാക്കുകൾ തന്നെ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പോൾ ഉയർപ്പാതി നിനക്ക് അതിലാണെങ്കിലും സത്യത്തിൽ ഉയർന്നുള്ള വാക്ക് മലയാളത്തിലുണ്ട്. തമിഴിന് പ്രത്യേകിച്ചൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അധിക വാക്കുകളും മലയാളത്തിലും തമിഴിലും ഉണ്ട്, കോമൺ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്കതിൽ സത്യത്തിൽ പാട്ടിനെ സംബന്ധിച്ച് സത്യത്തിൽ വാക്ക് പോലും അല്ല, അതിനെ ഫീലിംഗ് ആണ് പാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡബ്ബിങ് നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിന് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ പാട്ട് എന്ന് പറഞ്ഞത് ഒരാൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ നമുക്ക് ആദ്യം എഴുതുന്ന സമയത്തും ഞാൻ ആ വാക്കുകൾ അവിടെ എന്ത് വാക്ക് എഴുതും എന്നല്ല ചിന്തിക്കുന്നത്. ആ ട്യൂൺ കേൾക്കുക, ആ ട്യൂണിന് അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് ട്യൂണ് പറഞ്ഞു തരും നമുക്ക് എന്താണ് അവിടെ എഴുതേണ്ടതെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാരണം. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സൗണ്ടിങ്, ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഓരോ പാട്ടിനും ഓരോ രീതികളാണ്. ഇപ്പോൾ ജെ ഭീമിൽ എഴുതുന്ന പോലെയല്ല ലിയോ ഇതിലെഴുതുന്നത്, അതുപോലെ അല്ല കൂലിയിൽ എഴുതുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനും പല ഇമോഷൻസും. അതെ, ഇമോഷൻസും സെയിം. ഇപ്പോൾ ഒരു മെലഡി ആണെങ്കിൽ പോലും അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് തന്നെ വാക്കുകളുടെ രീതിക്ക് തന്നെ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇപ്പോൾ രീതികളും അർത്ഥങ്ങളും സീനനുസരിച്ചും മാറിക്കൊണ്ടേയിരിക്കും. അതെ, അതായത് ഇപ്പം നമ്മൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മൾ വാക്കുകൾക്ക് തന്നെ. ഇപ്പം നമ്മൾ പറയാം, ഇപ്പം നമുക്ക് വെള്ളം അല്ലെങ്കിൽ തുള്ളി എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. വളരെ ചുരുങ്ങിയ ഒരു ഏരിയയിൽ നമുക്കതിനെ സങ്കല്പിക്കാം. ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് വെള്ളം എന്ന് പറയാം. നമ്മൾ ജലം എന്ന് പറയാറില്ല. ജലം എന്ന് പറയുന്നത് വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ പൊതുവെ പറയാം. അതിൻ്റെ വാക്ക് നോക്കിയാൽ മതി, തുള്ളി ഉള്ള അതിൻ്റെ സൗണ്ട്
അതിലുണ്ടാവുന്ന സൗണ്ട് അതിന് പ്രതിനിധീകരിക്കുന്നുണ്ട് ആ വാക്ക്. ഓക്കെ. ജലം, ആ ഒരു കല്ലിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജലം, ആ വാക്കുകളിൽ എന്താണോ അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ വാക്കുകളുണ്ട്, ആ അക്ഷരങ്ങളിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ട്യൂണിനും ഇതേപോലെ അവിടെ ഓരോ ട്യൂണിനും നമ്മൾ വെക്കേണ്ട വാക്കുകൾ, അക്ഷരങ്ങൾ, വാക്കുകൾ മാത്രമല്ല അക്ഷരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലുള്ള അക്ഷരങ്ങൾക്ക്, അതൊരു ചില്ലക്ഷരം മാറിക്കഴിഞ്ഞാൽ പോലും ആ പാട്ടിൻ്റെ മൂഡ് മാറും. അങ്ങനെയുണ്ട്. പ്രേക്ഷകന് കണക്റ്റ് ആവില്ല. അത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡബ്ബിങ് ഫീൽ വരുന്നു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ ചെറിയ മാറ്റങ്ങൾ വരെ അതിനെ ബാധിക്കും. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ. ചില നേരത്ത് നമുക്ക് ഈ വാക്കുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ പിന്നെ ഒരു ഷോട്ടായിരിക്കും, ചിലപ്പം ലിപ്പ് നമുക്ക് അടിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ വാക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾ അവിടെ കോംപ്രമൈസ് ചെയ്യുമോ? ഞാൻ അധികം കോംപ്രമൈസ് ചെയ്യാതിരിക്കാനാണ് ശ്രദ്ധിക്കാറ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ നമുക്ക് നല്ലൊരു പാട്ടാണ്, നല്ലൊരു ഇതാണെങ്കിൽ, നല്ലൊരു ലിറിക്കുമാണെങ്കിൽ ലിപ്പ് പോലും ആരും ശ്രദ്ധിക്കില്ല. അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഉള്ളിലേക്ക് ആസ്വദിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഓഡിയൻസിനേക്കാൾ, കേൾക്കുന്നവരെക്കാളും കൂടുതൽ ഞാൻ അതിൻ്റെ ഡയറക്ടർക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരാളാണ്. പാട്ട് കാരണം അവർക്കാണ് ഇതിൻ്റെ എല്ലാം അറിയാം. ഇപ്പോൾ ചില പാട്ടുകൾ നമ്മൾ എഴുതുമ്പോൾ, ഇപ്പോൾ ടൈഗർ നാഗേശ്വർ റാവു എന്ന് പറഞ്ഞ പാടുണ്ട്. അത് എഴുതിയ സമയത്ത് ഞാൻ ആദ്യം എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതല്ല, അവർക്ക് വേണ്ടത് എന്താണോ അവർ തെലുങ്കിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ എക്സാക്ട് മീനിങ് തന്നെ മലയാളത്തിലേക്ക് വേണം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ പെട്ടു. കാരണം നമുക്ക് വാക്കുകൾ കുറവായിരിക്കും. ഇനി വാക്കുകളുണ്ടാവും, ചില വാക്കുകളുണ്ടാവും, നമുക്ക് മീറ്ററിൽ കിട്ടുന്ന വാക്കുണ്ടാവും, പക്ഷെ അത് ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്നോ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദധാരാവിൽ നോക്കേണ്ടി വരും കേൾക്കുന്ന ആൾ. അപ്പോൾ മാക്സിമം അതിനെ ലൈറ്റാക്കുക, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പരമാവധി എഴുതുക. അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഇതിനെല്ലാം ഉപരി അതിനൊരു ഫീൽ കൊടുക്കുക എന്നുള്ളത്. അത് ആദ്യം നമ്മൾ ആസ്വദിക്കണം. ഞാനിപ്പോൾ എൻ്റെ പാട്ടാണെങ്കിലും ഞാൻ ഒരു വാക്ക് ചിന്തിക്കുന്നതിനുപരി ഞാൻ ആദ്യം ചെയ്യുക, ആ പാട്ട് ഒരു 4 ചിന്തിക്കാതെ കേൾക്കും. വെറുതെ കേട്ടുവിടും, ഒരു വാക്ക് പോലും ചിന്തിക്കില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു വാക്ക് കിട്ടും. പിന്നെ ആ വാക്കിൻ്റെ കൾച്ചറായിരിക്കും ആ പാട്ടിൽ മുഴുവൻ ഉണ്ടാവുക. അത്തരം കൾച്ചറുള്ള വാക്കുകളായിരിക്കും ആ പാട്ടിൽ ഉപയോഗിക്കേണ്ടി വരിക. അവിടെ നിന്നാണ് നമുക്ക് ആ പാട്ടിൻ്റെ ഹുക്ക് കിട്ടുക. ഓക്കെ. ചെയ്ത വർക്കിൽ, സ്വന്തം വർക്ക്, ദീപകേട്ടൻ്റെ വർക്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഏതായിരിക്കും? ഒന്ന് പാടാവോ എനിക്ക് വേണ്ടിയിട്ട്? ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ പോർത്തൊഴിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഓക്കെ അതിലെ പാട്ട് പാടാം. തരുമൻപാലേ ഉൾപ്പൂവായി മാറു നീ, പെരുമൻപാലേ അതിൻ കാടായി മാറു നീ, വിത നന്നായാൽ വേരാകും, ചിലക്കായെല്ലാം വിഷമാകും, വാഴും എല്ലാമേ അൻപിൻ മുൻപിൽ ഒരു പിടി മലര്. അടിപൊളി.